ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഇന്ന് ഈവനിങ് ആയിട്ട് നമ്മളൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ PX മാർട്ട് എന്നൊരു കടയുണ്ട്. അവിടെയാണ് നമ്മൾ നോർമലായിട്ട് സാധനങ്ങൾ ഗ്ലോസറീസ് ഒക്കെ എടുക്കുന്നത്. അടുത്തുള്ളത് കുറച്ച് നടക്കണം. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് പോലീസ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ പോലീസ് വണ്ടിയാണത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന പോലീസ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ഇവിടുത്തെ യൂണിഫോം, പോലീസുകാരുടെ യൂണിഫോം എല്ലാം അടിപൊളിയാണ്. ഇതിവിടുത്തെ പോലീസിൻ്റെ 2 വീലർ അങ്ങനെ ഭയങ്കരമായിട്ട് കുറേ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി കണ്ടില്ലേ, അതും 2-3-4 എണ്ണം ആ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. ഭയങ്കര എഫിഷ്യൻ്റായ പോലീസുകാരാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിവിടുത്തെ ഒരു നൈറ്റ് ക്ലബ്ബാണ് കേട്ടോ. അപ്പം അവിടെ ഞാൻ അവിടെ ഒരു വീഡിയോ എടുത്തോണ്ട് നിന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഭയങ്കര നിറയെ പോലീസ് വണ്ടി ഇടയ്ക്ക് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ വെച്ച് നമുക്ക് അടി കാണാനൊക്കെ ഭയങ്കര താല്പര്യമാണല്ലോ. നിറയെ വന്നിട്ട് ഇങ്ങനെ നിറയെ പോലീസുകാരൊക്കെ അവിടെ ഇങ്ങനെ വന്നിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് അവിടുത്തെ പോലീസ് യൂണിഫോമിലുള്ളവരെല്ലാം ഇറങ്ങിയിട്ട് അവരിങ്ങനെ അവിടെ ഭയങ്കരമായിട്ട് കൂട്ടമായിട്ട് നിൽക്കുന്നു. എന്നിട്ട് എന്തൊക്കെയോ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്നിട്ട് ലേഡീസ് പോലീസ് ഓഫീസേഴ്സിനെയൊക്കെ എനിക്ക് ഭയങ്കര ആരാധനയോടെ നോക്കി. ഞാനപ്പോൾ എത്ര നല്ല ഭംഗിയാണ് അവരെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കുറേ നേരം നിന്നിട്ട് അപ്പോഴത്തേക്ക് അവരൊക്കെ ഇങ്ങനെ അകത്തോട്ട് കയറിപ്പോയി. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, കുറച്ച് നേരം നിന്നിട്ട് എന്തോ കാര്യമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിന്ന്. പക്ഷേ നമ്മുടെ നാട്ടിലെ കണക്കല്ല. അവിടെ ഇപ്പോൾ പോലീസുകാർ വരിക അതൊക്കെ ഒരു ഒഫീഷ്യലായിട്ട് എടുക്കുന്ന ആളുകളാണ്. നമ്മൾക്ക് അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും സംഭവം ഉണ്ടോ അങ്ങനെയൊന്നും നിൽക്കുന്ന ആളുകളല്ല. ഇവിടുത്തെ ഒരു വലിയ അമ്പലമാണ്. അവിടെ പോയിട്ട് മഹാദേവനൊക്കെ പറഞ്ഞിട്ട് തൊഴുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് അറിയത്തില്ല എന്ത് ദൈവമാണെന്ന്. പക്ഷേ തൊഴും, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പോകുമ്പോൾ ഇപ്പോൾ ചെറിയ വഴിയാണെങ്കിൽ കൂടെ സിഗ്നൽസ് ഉണ്ടായിരിക്കും. അവിടെ ചെറിയ ഇടവഴികളിൽ കൂടെ ഉണ്ട് സിഗ്നൽസ്. ഇത് ഇവിടുത്തെ സ്പായാണ്. അതിനകത്ത് കയറി ഇരിക്കുമ്പോഴത്തേക്ക് ഫുള്ള് നമ്മുടെ ബോഡി മസാജൊക്കെ ചെയ്ത് തരും. ഇങ്ങനെ നിറയെ ഇന്നിപ്പോൾ ആരും ഇല്ല അവിടെ. 2-3 കടകൾ അടുപ്പിച്ചുണ്ടായിരിക്കും അങ്ങനെയുള്ള ഷോപ്സ്. പിന്നെ ഇത് ചായക്കടയാണ് കേട്ടോ. ഭയങ്കര ഹൈടെക് കട. കുട്ടി ഹായ് ഇതൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻസിനെ കണ്ട കുറച്ച് ബഹുമാനമുണ്ട്. പിന്നെ ഇതിവിടുത്തെ ഈ യെല്ലോ ലൈൻ കാണുന്നില്ലേ, ഈ ലൈനിൽ നിന്നാലും നമുക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റും. അതാണ്. പിന്നെ ഫസ്റ്റ് നമ്മൾ വേറൊരു ഷോപ്പിലാണ് പോയത്. പച്ചക്കറിയൊക്കെ വാങ്ങുന്നതിന് മുന്നേ ഈ വേറൊരു ഷോപ്പിൽ വന്നിട്ട് ഈ സോപ്പ് വാങ്ങണമെന്ന്, സോപ്പ് തീർന്നു പോയി. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഷോപ്പിൽ വന്ന് ഈ ഒരു ഷോപ്പ് ഫുൾ എടുക്കണമെങ്കിൽ ഒരു പ്രത്യേക വീഡിയോ എടുക്കണം. ഞാൻ വേറൊരു വീഡിയോയിൽ കൊണ്ടുവരാം. ഇത് ഇവിടുത്തെ ആ ഷോപ്പ് മേലത്തെ നിലയിലാണ് സോപ്പ് ഉള്ളത്. അങ്ങനെ അവിടെ പോയി അത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം 10 രൂപയുടെ സോപ്പാണ്. 10 രൂപ NTD അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ കടയിൽ വരുന്നത്. പിന്നെ പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ പാത്രങ്ങൾ. ഇവിടെ കുറച്ച് ക്യൂട്ടുള്ള ഓരോരോ കപ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോവും. ബാലയുടെ പറയും എന്തിനൊക്കെ വട്ടാണോ അങ്ങനെയുള്ള എനിക്ക് ഇതിനോടൊക്കെ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. എനിക്കതൊക്കെ എല്ലാം വാങ്ങിക്കാനൊക്കെ എനിക്ക് തോന്നും. അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവും. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് സോപ്പൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്ക് അവിടെ ഒരു ബ്യൂട്ടിഫുൾ കപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഹായ് ഹലോ ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ നാരങ്ങ സോപ്പ്. ഇത് ഞാൻ വാങ്ങിച്ച് അത് കഴിഞ്ഞ് താഴെ ബില്ലടിക്കാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എപ്പോൾ പോയാലും അവിടെ ഫുള്ളായിട്ടൊന്ന് വരവിയിട്ടേ വരാറുള്ളൂ. അങ്ങനെ ഫുള്ള് വരവി. പിന്നെ ഇവിടുത്തെ 2-3 ആളുകളൊക്കെ അപ്പം പുള്ളിക്കാരെ ഹായ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെയാണ് പച്ചക്കറി, സ്നാക്സ്, ബേക്കറി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെയാണ്. ഇത് വഴിയിലുള്ളൊരു കേക്ക് ഷോപ്പാണ്. ഇതാണ് നമ്മുടെ PX മാർട്ട്. ഇവിടെയാണ് നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും സാധനം വാങ്ങാൻ വരാറുള്ളത്. നമ്മുടെ അടുത്തുള്ള PX മാർട്ട് ഇതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിട്ട് കൂണെടുത്ത് മഷ്റൂം. ഇപ്പം ഞാൻ എപ്പോഴും മഷ്റൂമാണ് കഴിക്കാറ്. അതാണ് കുറച്ച് എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇത് പച്ചക്കറികൾ. രാത്രിയായിട്ട് കുറേ സാധനങ്ങളൊക്കെ തീർന്നു. എനിക്ക് രാത്രിയിൽ ഷോപ്പ് ചെയ്യാനാണ് എന്തോ ഇഷ്ടം. അതായത് ഇതൊക്കെ മീൻ, ഇത് അയില മീനാണ് നമ്മുടെ നാട്ടിലെ. പിന്നെ നാരങ്ങ 8 NTD അത് എഴുതിയിട്ടുണ്ട് അവിടെ. പിന്നെ ഇത് കൊഞ്ച് വലിയ കൊഞ്ചുണ്ട്. ചില സമയത്ത് ചെറിയ പൊടി കൊഞ്ചുകളും കാണും. പക്ഷേ അത് ഭയങ്കര വില ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഇതാണ് നമ്മുടെ 100 രൂപയുടെ മീൻ. ഇതാണ് ഞാൻ എപ്പോഴും വാങ്ങാറുള്ളത്. നല്ല ടേസ്റ്റാണ്, വറുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ കേക്ക് സെക്ഷൻ. ഇവിടെ വന്നപ്പോൾ ഞാൻ കുറേ നേരം നോക്കിക്കൊണ്ട് നിൽക്കും എന്ത് വാങ്ങിക്കണം. പക്ഷേ അത് വാങ്ങാറില്ല, ഭയങ്കര വിലയാണ്. ഇടയ്ക്കിടയ്ക്ക് വാങ്ങും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള കേക്കുകൾ. പിന്നെ പാലില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ചായ കാപ്പി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. സോ പാല് വാങ്ങിക്കും എപ്പോഴും. ഇതിന് 50 രൂപയാണ് ഒരു ബോട്ടിൽ പാലിന്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 49 രൂപ. അത് വാങ്ങിച്ചു. പിന്നെന്താ,
ഇത് പക്ഷേ അവിടെ ഇങ്ങനെ എന്താ ഇങ്ങനെ പാല് നമ്മൾ പശുവും പാലല്ലാതെ വേറെ കുറേ പാലൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് എന്താ വെജിറ്റബിൾ ന്യൂട്രീഷണലായിട്ടുള്ള ഗുഡ്സ് ഉള്ള. പിന്നെ എനിക്ക് ഉപ്പ് വാങ്ങണമായിരുന്നു. എനിക്ക് ഉപ്പ് വീട്ടിൽ തീർന്നു പോയാൽ ദാരിദ്ര്യം വരുമെന്നൊക്കെ വിശ്വാസമൊക്കെ ഉള്ളൊരു കുട്ടിയാണ് ഞാൻ. കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട്, അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എത്ര നോക്കിയിട്ട് ഉപ്പ് കാണുന്നില്ല. അവസാനം പിന്നെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ പോയിട്ട് കണ്ടുപിടിച്ച് ഉപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തിട്ട് വന്നു. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ബ്രെഡ് എന്ന് വെച്ചാൽ നമ്മൾ വീറ്റ് ബ്രെഡാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അതാണ്. പിന്നെ ഇത് ക്യൂവിൽ നിൽക്കണം നമ്മൾ ബില്ലടിക്കണമെങ്കിൽ. ഇവിടെ ഭയങ്കര ഡിസിപ്ലിനാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇടയ്ക്കൊക്കെ കയറാം, അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ കയറാൻ പോയാലും അവരങ്ങ് മാറിത്തരും. അത്രയും കൈൻഡായിട്ടുള്ള ആളുകളാണ്. പിന്നെ ഞാൻ മുട്ട എടുക്കാൻ മറന്ന്. അങ്ങനെ പിന്നെ ഞാൻ ഒന്നും കൂടി പോയിട്ട് മുട്ടയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ബാസ്ക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ആ ബാസ്ക്കറ്റിലേക്ക് സാധനങ്ങളൊക്കെ ഇട്ടു. ഇതാണ് ബില്ലിപ്പം ഒരു 250 രൂപ 300 രൂപ 250 രൂപയായി. രൂപയെന്ന് വെച്ചാൽ NTD. ഇതാണ് എൻ്റെ ഗ്ലോസറി ബാഗ്. ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഷോപ്പിങ്ങിന് വരാറുള്ളത്. അപ്പോൾ സാധനങ്ങളൊക്കെ പറക്കി ഇടുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരും എന്നെ തന്നെ തുറപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും കാര്യമൊക്കെ ഇല്ല, നമുക്കൊന്നും ഉത്തരമല്ലല്ലോ. ഇതാണ് വീടിൻ്റെ ചാവി. പിന്നെ മീൻ വെക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലെന്നേ. പുല്ല് ഭയങ്കര വലുതായിരുന്നു, നീളം കൂടുതൽ മീൻ. അങ്ങനെ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അതിനകത്ത് അടിച്ച് കയറ്റി പാല് വെച്ചപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ തട്ടി താഴെ വീട് നാശം പിടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നത്. നമ്മളൊരു മാതിരി എംപാരസ്ഡ് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമുക്കൊരു പുത്തരില്ലാത്തതുകൊണ്ട് ഞാനതെല്ലാം പിന്നെ എടുത്ത് വെച്ചിട്ട് തിരിച്ച് വന്നു. ATM, ഇതിനകത്ത് തന്നെ ATM ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ, നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതാണ് വിദൂരമായ വഴികൾ, അതിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറേ നേരം അവിടെ ഇവിടെ വായി നോക്കി ഓരോരോ പുതിയ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ഡോറ്. ചാവിയൊക്കെ ഇട്ട് തുറന്നു. മുന്നേയൊക്കെ ഞാൻ കടയിൽ പോകാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു ആദ്യം വരുന്ന സമയത്തൊക്കെ. ഒരു 2 മാസമൊക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ ഒരു ഫ്രീ ആയിട്ട് പോയി തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഇതാണ് തന്നെ ഇന്നത്തെ ലുക്ക്. അവരുടുപ്പൊക്കെ ഇട്ടിട്ടാണ് പോണത്. എല്ലാവരും നമ്മളെ തന്നെ നോക്കും. മുടി പിന്നിയൊക്കെ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് ഇത് ഇവിടുന്ന് വരുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.